ഹായ്, എല്ലാവർക്കും നിംഷാസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ആദ്യം തന്നെ എല്ലാവർക്കും നല്ലൊരു ദിവസം തന്നെ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ നടക്കാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ നല്ലൊരു പോസിറ്റീവ് എനർജിയാണ്. എന്താ പറയുക, ഒരു പുതിയ ദിവസം തുടങ്ങുമ്പോൾ ശരിക്കും പോസിറ്റീവായിട്ട് ഹാപ്പി ആയിട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ തന്നെ നല്ലതാണല്ലോ. അപ്പോൾ നടക്കാൻ പോകുമ്പോൾ കാണുന്ന കാഴ്ചകളാണ് കേട്ടോ. ഇവിടെ ആളുകൾ പെറ്റ്സിനെയൊക്കെ കൊണ്ട് നടക്കാൻ വരുന്ന കാഴ്ചകളൊക്കെയാണ്. അപ്പോൾ ഇവിടെ കുട്ടികൾ പറയുന്നുണ്ട് പെറ്റ്സിനെ വാങ്ങിക്കണം, ക്യാറ്റിനെ അല്ലെങ്കിൽ ഡോഗിനെയൊക്കെ വാങ്ങിക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ അവരോട് പറയുന്നുണ്ട് എനിക്ക് നിങ്ങളെ തന്നെ നോക്കാൻ പറ്റുന്നില്ല, പിന്നെയാണ് പെറ്റ്സിനെ നോക്കണേന്ന്. പിന്നെ ഞങ്ങൾ ഇവിടെ മാർക്കറ്റിൽ പോയി വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് അതുപോലുള്ള കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു. ഇവിടെ നല്ല ഫ്രഷ് ആയിട്ടുള്ള വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് അതുപോലുള്ള കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. പിന്നെ സ്കൂളിലേക്ക് പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ സ്കൂളിലേക്ക് ജാക്കറ്റൊന്നും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. യൂണിഫോമൊക്കെ വാങ്ങിച്ച ഒരു സമയത്ത് ജാക്കറ്റൊന്നും അവൈലബിൾ ആയിരുന്നില്ല. അപ്പോൾ കുറച്ച് ദിവസമായി വിചാരിക്കണം ജാക്കറ്റ്സ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോകണമെന്ന്. ഇനിയിപ്പോൾ വിൻ്ററൊക്കെ ആവുമ്പോൾ ശരിക്കും പറയാൻ ജാക്കറ്റ്സിൻ്റെയൊക്കെ ഒരു ആവശ്യം വരുമല്ലോ. ഇവിടെ വിൻ്ററിൻ്റെ ഒരു സമയത്ത് മാത്രമല്ല കേട്ടോ, അല്ലെങ്കിലും രാവിലെയൊക്കെ തണുപ്പൊക്കെ തന്നെയായിരിക്കും. അപ്പോൾ ഇപ്പോൾ അത്യാവശ്യം ട്രാഫിക്കിലൊക്കെ കോൺഫിഡൻസോട് കൂടി ഡ്രൈവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. എന്താ പറയുക, എനിക്കിവിടെ ബാംഗ്ലൂർ ഡ്രൈവിംഗ് പ്രാക്ടീസിന് വേണ്ടിയിട്ട് പോയപ്പോൾ അത്യാവശ്യം നല്ല കോൺഫിഡൻസ് തന്നെയായിട്ടോ. നാട്ടിൽ പോയപ്പോൾ ഈ ഒരു കോൺഫിഡൻസ് കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇവിടെ പ്രാക്ടീസ് ചെയ്യുമ്പോഴാണെന്നുണ്ടെങ്കിൽ അവർ നല്ല രീതിയിൽ തന്നെ നമുക്ക് ട്രെയിനിങ് കാര്യങ്ങളൊക്കെ തരുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് ഇവിടെയാണ് ഒന്നും കൂടി നല്ല ബെറ്ററായിട്ട് തോന്നുന്നത്. നാട്ടിൽ ഒരു പ്രമുഖ ഡ്രൈവിംഗ് സ്കൂളിലൊക്കെ ആയിരുന്നു ഞാൻ ഡ്രൈവിംഗ് പഠിച്ചതും പിന്നീട് പ്രാക്ടീസിനൊക്കെ പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഇവിടെ ഒരുപാട് ഇഷ്ടപ്പെട്ടു, നല്ല രീതിയിൽ തന്നെ ആയിരുന്നു തന്നെ തോന്നി കേട്ടോ. അപ്പോൾ ഇപ്പോൾ റെഗുലറായിട്ട് ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് തല്ലാണ് ഞാൻ അനുപെണ്ണും കൂടെ എനിക്ക് ഡ്രൈവ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ജാക്കറ്റ്സ് കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നമുക്ക് ആവശ്യമുള്ളത് പേയ്മെൻറ്റ് ചെയ്ത് അങ്ങനെ അപ്പം തന്നെ കിട്ടുക, അങ്ങനെ തന്നെയാണ് ചെയ്യുക കേട്ടോ. ഇവിടെ യൂണിഫോം ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെയാണ്, റെഡിമെയ്ഡ് എന്നുള്ള ഒരു രീതിയിൽ തന്നെയായിരിക്കും. നമ്മൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് പേയ്മെൻറ്റ് ചെയ്ത് അപ്പം തന്നെ നമുക്കത് കൊണ്ടുപോകാം, അങ്ങനെ ആ ഒരു രീതി തന്നെയാണ്. ബാക്കി യൂണിഫോം കാര്യങ്ങളൊക്കെ നേരത്തെ തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഇതൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞ് പിന്നെ ഞങ്ങളിവിടെ രോഹൻ അന്താര എന്ന് പറഞ്ഞിട്ട്, റോഹൻ എന്ന് പറഞ്ഞിട്ട് ഒരു നോർത്ത് ഇന്ത്യൻ ബിൽഡറുടെ ഒരു അപ്പാർട്ട്മെൻറ്റ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ മോഡൽ ഫ്ലാറ്റ് കാണാൻ പോകാമെന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് പോവാണ് കേട്ടോ. ഇവിടെ എന്ന് പറയുന്നത് എന്താ പറയുക, മിനിറ്റിന് മിനിറ്റ് എന്ന് പറഞ്ഞതുപോലെ അത്രയധികം അപ്പാർട്ട്മെൻറ്റ്സ് ഇങ്ങനെ പുതിയതായിട്ട് വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഇതാണ് ആ ഒരു അപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ എനിക്ക് ഉൾഭാഗമൊന്നും എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. ഇതിൻ്റെ ഒരു രണ്ട് ഫ്ലാറ്റിൻ്റെ ഒരു മോഡൽ ഫ്ലാറ്റ് ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ ബെഡ്റൂംസ് ഒക്കെ കുറച്ച് അത്ര സ്പേഷ്യസ് ആയിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. പിന്നെ നമ്മൾ മനുഷ്യന്മാർ ഒന്നിലും സാറ്റിസ്ഫൈഡ് അല്ലല്ലോ. എന്താ പറയുക, ഇക്കരെ നിൽക്കുമ്പോൾ അക്കരെ പച്ച എന്ന് പറയുന്നൊരു ഫീലല്ലേ ശരിക്കും പറഞ്ഞാൽ. നമ്മളിപ്പോൾ ഒരു ഫ്ലാറ്റ് വാങ്ങിച്ചു എന്നുണ്ടെങ്കിൽ പോലും വേറെ കാണുമ്പോൾ അതിനോടുള്ളൊരു ചായവും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും ഉണ്ടാവും. അത് ശരിക്കും മനുഷ്യ സഹജം തന്നെയാണല്ലോ. ഞങ്ങൾക്ക് പൊതുവെ ഇങ്ങനെ എന്താ പറയുക, മോഡൽ ഫ്ലാറ്റ് അല്ലെങ്കിൽ ഫ്ലാറ്റുകളൊക്കെ കാണാൻ പോകാൻ പൊതുവെ നല്ല ഇഷ്ടമാണ് കേട്ടോ. ഞങ്ങളുടെ ഒരു കോമൺ ഇൻട്രസ്റ്റ് എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. അപ്പോൾ ഇങ്ങനെ എന്താ പറയുക, പുതിയ അപ്പാർട്ട്മെൻറ്റ്സ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ പോവാറും എന്താ പറയുക, നമുക്ക് മാറിയാലോ അങ്ങനെയൊക്കെയുള്ള എന്താ പറയുക, അങ്ങനെയൊക്കെ സംസാരിക്കാൻ നമുക്ക് എന്തും പറ്റുമല്ലോ. അപ്പോൾ പിന്നെ മീൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അത്യാവശ്യം നല്ല ഫ്രഷ് ആയിട്ടുള്ള അയിലയായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് മീനിൻ്റെ ഉള്ളിലാണെങ്കിൽ നിറച്ച് പലിഞ്ഞീന് ഉണ്ടല്ലോ.
അപ്പോൾ മീൻ ക്ലീൻ ചെയ്തതിന് ശേഷമായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ പലിഞ്ഞീനൊക്കെ എടുത്ത് നമുക്ക് ഫിഷ് കറി ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ഫിഷ് കറിയും ഫിഷ് കട്ട്ലേറ്റും ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതൊക്കെ ഒന്ന് എന്താ പറയുക, പലിഞ്ഞീനൊക്കെ മാറ്റിയതിന് ശേഷം ഇതൊക്കെ കട്ട് ചെയ്ത് ഒന്നും കൂടി നന്നായിട്ട് കഴുകിയൊക്കെ ഒന്ന് എടുക്കണം കേട്ടോ. അപ്പോൾ ഫിഷ് കറി ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പിന്നെ എളുപ്പമാണല്ലോ. അപ്പോൾ അത് ഞാൻ അരിയും കഴുകിയെടുക്കുകയാണ്. ഫിഷ് കറിയുടെ കൂടെയൊക്കെ എന്താ പറയുക, നല്ല നാടൻ ഫിഷ് കറിയുടെയൊക്കെ കൂടെ ഈ മട്ട റൈസിൻ്റെ എന്താ പറയുക ചോറാണല്ലോ നല്ല അടിപൊളിയായിട്ട് വരും. അപ്പോൾ പലിഞ്ഞിന് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു ഇതിൻ്റെ ഉള്ളിൽ. അപ്പോൾ മീൻ ഇതുപോലെ മുറിച്ച് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നമുക്കിന്ന് തൃശ്ശൂർ സ്റ്റൈൽ മീൻ കറി ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നാളികേരപ്പാലൊക്കെ ഒന്ന് ആക്കിയെടുക്കണം. ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ, ബാക്കിയൊക്കെ എളുപ്പമല്ലേ. അപ്പോൾ അതേ മീനൊക്കെ മുറിച്ച് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. എന്താ പറയുക, ഇവിടെ ഈ ഒരു മീൻ എന്ന് പറയുന്നത് ഞാനിവിടെ HL മാർക്കറ്റിൽ നിന്ന് ഓർഡർ ചെയ്യണതാണ് കേട്ടോ. അപ്പം എന്താ പറയുക, അവർ വാട്സപ്പ് ഗ്രൂപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുവഴി നമുക്ക് ഓർഡർ ചെയ്യാം. ഹോം ഡെലിവറി കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ചില സമയത്ത് കുറച്ച് അത്ര നല്ല ഫ്രഷ് അല്ലാത്തതും കിട്ടാറുണ്ട്, പക്ഷെ വലിയ കുഴപ്പമില്ല. അപ്പോൾ അതേ മീൻ മുറിച്ച് കഴുകിയൊക്കെ എടുത്തിട്ടുണ്ട്, ചട്ടിയിലാക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് ഫിഷ് കട്ട്ലേറ്റിനുള്ള ആ ഒരു മീനും കൂടെ നമുക്ക് വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് മീൻ ഇതുപോലെ മുഴുവനോട് കൂടി തന്നെ എടുത്തിട്ടുണ്ട്, കട്ട് ചെയ്ത് എടുക്കേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്തിട്ടാണ് വെള്ളം ഒഴിച്ചിട്ടാണ് വേവിച്ചെടുക്കണത് കേട്ടോ. പിന്നെ വെന്തതിന് ശേഷമാണല്ലോ പിന്നെ നമ്മൾ ബാക്കി മസാലകൾ കാര്യങ്ങളൊക്കെ ചേർക്കുക. അയല കട്ട്ലേറ്റ് എന്ന് പറയുമ്പോൾ ഭയങ്കര ടേസ്റ്റിയാണ്. എൻ്റെ അമ്മ എപ്പോഴും ഉണ്ടാക്കുന്ന ഒരു കട്ട്ലേറ്റ് തന്നെയാണ്. നല്ല ടേസ്റ്റിയാണ്, പക്ഷേ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാവുന്നതൊക്കെ തന്നെയുള്ളൂ. അപ്പോൾ ഞാനിതിൻ്റെ ആ ഒരു തലയുടെ ഭാഗം മാറ്റിയാണ് കേട്ടോ. മാറ്റിയല്ല, ഞാനത് ഫിഷ് കറിയിലേക്ക് ചേർക്കുകയാണ്. കാരണം കട്ട്ലേറ്റിൽ നമുക്കതിൻ്റെ ആവശ്യമില്ലല്ലോ. അപ്പോൾ അത് മാറ്റി ഞാൻ ആ ഒരു ഫിഷ് കറിയിലേക്ക് ചേർക്കണം. അപ്പോൾ ഫിഷ് കറിക്ക് ഒന്നും കൂടി നല്ല ഫ്ലേവർ കാര്യങ്ങളൊക്കെ വരും ചെയ്യും. അത് വേസ്റ്റാക്കി കളയേണ്ട ആവശ്യമില്ല. അപ്പോൾ അതിൻ്റെ ഒരു ഫ്ലഷിൻ്റെ ഒരു ഭാഗം മാത്രം എടുത്ത് ഞാനത് വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അത് തിളച്ച് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് എന്താ പറയുക, ആ ഒരു ഫ്ലഷൊക്കെ നന്നായിട്ട് മീൻ നന്നായി വെന്ത് വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്ന രീതിയിലാണ് വേവിച്ചെടുക്കേണ്ടത്. പിന്നെ ഞാൻ കുറച്ച് പച്ചമുളക് എടുത്തിട്ട് ഈ ഒരു മീൻ കറിയിലേക്ക് ഇതുപോലെ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കണം കേട്ടോ. കുറച്ച് കറിവേപ്പിലയും കൂടിയും നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. പച്ചമുളകിൻ്റെ ആ ഒരു ഫ്ലേവറൊക്കെ വരുമ്പോൾ മീൻ കറി വേറെ ലെവലാവുമല്ലോ. പിന്നെ കുറച്ച് ഇഞ്ചി ചതച്ചതും കൂടിയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ ചെറിയുള്ളി നമുക്ക് തൊലി കളഞ്ഞ് എടുക്കുക. നമുക്ക് ഫിഷ് കറി താളിച്ചെടുക്കാനും ഇതിലേക്ക് മുറിച്ചിടാനും ഒക്കെ ആവശ്യമാണ്. അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് ചെറിയുള്ളി മുറിച്ചിട്ടുണ്ട്. പിന്നെ ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ, ആവശ്യത്തിനനുസരിച്ച്. ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർത്തിട്ട് നമുക്ക് കായ് വെച്ച് തന്നെ നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കാം. വെളിച്ചെണ്ണയൊക്കെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുമ്പോൾ നല്ലൊരു മണവും കാര്യങ്ങളും ഒക്കെ തന്നെ ആയിരിക്കുമല്ലോ. അങ്ങനെ തയ്യാറാക്കണ ഒരു മീൻ കറി എന്നൊക്കെ പറയുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റൊക്കെ തന്നെയാണ്, നല്ലൊരു നാടൻ ടേസ്റ്റൊക്കെ തന്നെയായിരിക്കും. പിന്നെ ഞാൻ കുറച്ച് നാളികേരം ഇതുപോലെ അങ്ങോട്ട് കൊത്തിയെടുക്കുന്നുണ്ട്. അപ്പോൾ ചെരുക്കിയെടുക്കാനുള്ള മടി കാരണമാണ് ഇങ്ങനെ കൊത്തിയെടുക്കുന്നത്. പിന്നെ നാളികേരപ്പാലിനാകുമ്പോൾ പിന്നെ ഇത് എളുപ്പമാണല്ലോ, പെട്ടെന്ന് തന്നെ പരിപാടി കഴിയും. നല്ല ചെറുതായിട്ട് മുറിച്ചിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. വെള്ളം ചേർത്തിട്ട് 1-ാം പാലും അതുപോലെ 2-ാം പാലൊക്കെ ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് എടുക്കണം കേട്ടോ. അപ്പോൾ നാളികേരപ്പാൽ പിഴിഞ്ഞെടുക്കാം നമുക്കിനി. തൃശ്ശൂർ സ്റ്റൈൽ മീൻ കറി എന്നൊക്കെ പറയുമ്പോൾ നാളികേരപ്പാൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സംഭവമല്ല. പിന്നെ നാളികേരപ്പാൽ എന്നൊക്കെ പറയുമ്പോൾ ഇപ്പം പല കറികളിലും ടേസ്റ്റ് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സംഭവങ്ങളൊക്കെ തന്നെയാണ്. നമുക്ക് കൂടുതൽ വഴറ്റിയെടുക്കേണ്ട കാര്യങ്ങൾ ഒന്നും ഉണ്ടാവില്ല നാളികേരപ്പാലൊക്കെ കൂടുതൽ ചേർക്കണ ആ ഒരു കറികളിലൊക്കെ. അപ്പോൾ ഞാൻ 2 അരിപ്പയിൽ ഇങ്ങനെ അരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ തരികളൊന്നും തീരെ ഉണ്ടാവില്ല കേട്ടോ. അതിനുശേഷം ആദ്യം അരിച്ചെടുത്തിട്ട് പിന്നെ കുറച്ചും കൂടിയും വെള്ളം ഒഴിച്ചിട്ട് മിക്സിയിൽ വീണ്ടും അരച്ചെടുക്കണം ചെയ്യണം. പിന്നെ ഞാനിവിടെ പച്ചമാങ്ങയാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തത്. അപ്പോൾ ഇപ്പം മാങ്ങയുടെ സീസൺ കഴിഞ്ഞു. ഇവിടെ ഇപ്പോൾ മാങ്ങയൊന്നും അങ്ങനെ അവൈലബിൾ അല്ല. ഇത് ഞാൻ മാങ്ങയുടെ ആ ഒരു സമയത്ത് സീസണിൽ ഞാൻ മാങ്ങ വാങ്ങിച്ചിട്ട് അത് കട്ട് ചെയ്തിട്ട് ഫ്രീസ് ചെയ്ത് വെച്ചിരുന്നതായിരുന്നു കേട്ടോ. അപ്പോൾ ഇതുപോലെ മീൻ കറിക്കൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാമല്ലോ. അപ്പോൾ അത് ഞാൻ വേവിക്കാൻ വേണ്ടിയിട്ട് അടപ്പത്ത് വെച്ചിട്ടുണ്ട്. ആ ഒരു സമയത്ത് നമ്മുടെ കട്ട്ലേറ്റിന് ആവശ്യമായിട്ടുള്ള ഒരു മീനൊക്കെ വെന്ത് വറ്റി വന്നിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് എന്താ പറയുക, അതിൻ്റെ ആ ഒരു മുള്ള് കാര്യങ്ങൾ മാറ്റിയിട്ട് അതിൻ്റെ ഫ്ലഷ് മാത്രമാക്കിയിട്ട് നമുക്ക് എടുക്കണം. പിന്നെ പലിഞ്ഞിയിൽ കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പ്, അതുപോലെ മുളക് പൊടി, കുരുമുളക് പൊടിയൊക്കെ ചേർത്തിട്ട് ഞാൻ നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഇന്നിപ്പോൾ ഞാൻ വേറെ ഒന്നും ഉണ്ടാക്കണമെന്നില്ല, ഇതിൽ അവസാനിപ്പിക്കാമെന്നാണ് വിചാരിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് ഇതുപോലെ നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മുടെ അയിലയുടെ ആ ഒരു ഫ്ലഷ് മാത്രം ഞാൻ മാറ്റി എടുത്തിട്ടുണ്ട്. ഇനി ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അത് ചൂടാവുന്ന സമയത്ത്
അതിലേക്ക് പലിഞ്ഞീൻ ഇട്ടിട്ട് നമുക്ക് അങ്ങോട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ പലിഞ്ഞീനാകുമ്പോൾ പെട്ടെന്ന് തന്നെ ഫ്രൈ ആയിട്ട് വരില്ല, അധികം സമയത്തിൻ്റെ ആവശ്യം ഒന്നും തന്നെ ഇല്ല. അപ്പോൾ പലിഞ്ഞി എന്ന് പറയുമ്പോൾ ഇഷ്ടമുള്ളവർക്ക് നല്ല ഇഷ്ടപ്പെട്ട സാധനമാണ്, അല്ലാത്തവർക്ക് ഇഷ്ടമില്ല അതെനിക്കറിയാം. അപ്പോൾ ഇതുപോലെ അങ്ങോട്ട് മീൻ കറി നമുക്ക് ചുറ്റിച്ചെടുക്കാം. ഒന്ന് നന്നായിട്ടൊന്ന് തിളച്ചൊക്കെ വന്നിട്ടുണ്ട്, ഒന്നും കൂടി ഒന്ന് വെന്തൊന്ന് കുറുകിയൊക്കെ വരട്ടെ, ചാറൊന്ന് കുറുകി വരട്ടെ കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ പലിഞ്ഞിനൊക്കെ അങ്ങോട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കണം കേട്ടോ. ഇനി നമുക്ക് മീൻ കറി തുറന്ന് നോക്കാം. അപ്പോൾ മീൻ കറി ഇപ്പോൾ അത്യാവശ്യം തിളച്ച് ചാറൊക്കെ കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നല്ല കട്ടിയുള്ള നാളികേരപ്പാൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ, 1 പാൽ ഒഴിച്ച് കൊടുക്കുക. അതിനുശേഷം നമുക്ക് അപ്പോൾ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക, കാരണം മൺചട്ടിയാണല്ലോ, അത്യാവശ്യം നല്ല ചൂടുണ്ടായിരിക്കും. ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്താലും അതിങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുമല്ലോ. പിന്നെ വേറൊരു ചട്ടിയിലേക്ക് കുറച്ച് കറിവേപ്പില അതുപോലെ ചെറിയ ഉള്ളിയൊക്കെ ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ട് അങ്ങോട്ട് ഫ്രൈ ചെയ്തെടുക്കുക. നന്നായിട്ട് മൊരിഞ്ഞ് വരണ സമയത്ത് ഞാൻ അതിലേക്ക് കുറച്ച് മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഈ ഒരു സംഭവം നന്നായിട്ട് ഇളക്കി നമുക്കിത് മീൻ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മാങ്ങയും നാളികേരപ്പാലൊക്കെ ചേർത്തിട്ടുള്ള തൃശ്ശൂർ സ്റ്റൈൽ മീൻ കറി റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ മോനെ ഡെൻറ്റിസ്റ്റിൻ്റെ അടുത്ത് അപ്പോയിൻമെൻറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ നേരെ അങ്ങോട്ട് പോവാണ്. അപ്പോൾ ഫിഷ് കട്ട്ലേറ്റ് ഉണ്ടാക്കുന്നത്, അയില കട്ട്ലേറ്റ് ഉണ്ടാക്കുന്നത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. അപ്പോൾ ഇതിൽ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം കേട്ടോ.